നമുക്ക് ഇന്ന് അഡ്വക്കേറ്റ്സിനെ കാണേണ്ട കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ശ്രീനിവാസ് സാറിനെ കാണണമായിരുന്നു. അതുപോലെ ന്യൂട്ടൺസ് ലോയിലെ ആൾക്കാരെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ ദീപക് സാറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ഡിലേ ആയത്. അപ്പോൾ നമുക്ക് ഈ ക്ലെയിമിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന പത്രപരസ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ക്ലാരിറ്റി അന്ന് ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടാഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു ക്ലാരിറ്റി വരുത്തിയ ശേഷം കുറച്ച് ആൾക്കാരെ കൂടെ കണ്ട ശേഷം നമ്മൾ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്ലെയിം പെറ്റീഷൻ കൊടുക്കാറായോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ഏറ്റവും താഴെയുള്ള ഫ്രണ്ട് ഡെസ്കിൽ അവിടെ തന്നെയുള്ള ആളോട് ചോദിച്ചു. അപ്പോൾ അവർ നമുക്കൊരു ക്ലെയിം പെറ്റീഷൻ എടുത്ത് കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, ഒരു കോപ്പി ഇവിടെ ഉള്ളൂ, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നു, ബാക്കി ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നമ്മൾ പറഞ്ഞു ഓക്കെ ശരി. ഞങ്ങളും ഹൈറിച്ചിലേക്ക് റെഡിങ് കൂപ്പൺ വാങ്ങിച്ച ആൾക്കാരാണ്, ഞങ്ങൾ ഇതിന് പൈസ ചിലവായിട്ടുണ്ട്, പൈസ കിട്ടുവാണെങ്കിൽ നല്ലത്, ഓക്കെ ഫൈൻ, ഞങ്ങളിത് ഫില്ല് ചെയ്ത് തരാം. ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് നിങ്ങളുടെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, അടുത്ത പ്രോസസ്സ് എന്താണെന്നറിയില്ല, നിങ്ങളിത് ഫില്ല് ചെയ്ത് തരൂ, നിങ്ങളുടെ അനുബന്ധ രേഖകളൊക്കെ തരൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, ഫില്ല് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത എന്താണെന്നുള്ള കാര്യം നമുക്കല്ലോ അറിയില്ലാവും. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഇത് അറിയണ്ടേ, ഞങ്ങൾ ഈ ഒപ്പിട്ട് തന്ന ഇത്രയും ഡീറ്റെയിൽ ഇത് എങ്ങോട്ടാ പോകണം, ഇത് എന്താ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം നമുക്ക് അറിയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. അപ്പോൾ അതറിയാൻ ആരെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡെപ്യൂട്ടി കളക്ടറിൻ്റെ ഓഫീസിൽ നമ്മൾ കയറി. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴോ അവർ ഈ സെയിം തന്നെ ഫോം താഴെ നിന്ന് കിട്ടിയില്ലേ, അപ്പോൾ നമ്മൾ ഫോം കിട്ടി, അത് ഫില്ല് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു ഇത് തന്നു കഴിഞ്ഞാൽ, ഞങ്ങളിത് തന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞങ്ങളിത് ഇതിന് ശേഷം വേറെ ആരെങ്കിലും കാണണോ, ശരിക്കും ഞാൻ പറഞ്ഞ പോലെ വല്ല നോഡൽ ഓഫീസർമാരൊക്കെ ഉണ്ടോ, പിന്നീട് അവരെയാണോ കാണണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കും വലിയ ഐഡിയ ഇല്ല, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളോട് പറയണേ, പത്രത്തിൽ പരസ്യം കൊടുത്തേ, അപ്പോൾ ഇങ്ങനൊരു സംഭവം ബഡ്സ് ആക്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണും, നിങ്ങളിപ്പോൾ അതുകൊണ്ട് ഫില്ല് ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് അവർ സംസാരിച്ചത്. നമ്മൾ ചോദിച്ചു ഇത് നമുക്ക് ഫില്ല് ചെയ്ത് തരുന്നതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ല, പക്ഷേ ഇത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നില്ല അറിയേണ്ട, കാരണം ഇത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോർട്ടിൻ്റെ വിധി വരാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പൈസ കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊന്നും കോടതി വിധി വരാതെ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ കോടതി വിധി ഇപ്പോൾ ഓൾറെഡി ബഡ്സ് ആക്ട് ഉൾപ്പെടെയുള്ള കുറേ ആക്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കുറേ എഫ്ഐആറുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനെ പരിപാടി ചെയ്യണത്. നമ്മൾ ചോദിച്ചു ഈ ആക്റ്റും കാര്യങ്ങളൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ അവരിടുന്ന കേസുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഈ വകുപ്പുകളൊക്കെ ആണല്ലോ, അത് പിന്നീട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോർട്ടാണ്. ഇൻ കേസ് നാളെ കോടതിയിൽ നിന്ന് നമുക്ക് 100% അനുകൂല വിധി ആ ജഡ്ജ് പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെക്ഷൻ പറഞ്ഞു. നമ്മൾ അടുത്ത സെക്ഷൻ ഇങ്ങനെ 2 ദിവസങ്ങളായിട്ടോ അടുത്ത സെക്ഷനിൽ പോയി. അടുത്ത സെക്ഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അവരും ആദ്യം തുടക്കത്തിൽ ഇതേ പറഞ്ഞ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു. നമ്മൾ വീണ്ടും ഇതേ സെയിം ചോദ്യം തന്നെ ചോദിച്ചു, കോർട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ എങ്ങനെ, അത് ചോദിക്കുമ്പോൾ മാത്രം അവർ പറയും അത് ഒരു പക്ഷേ നമുക്ക് അനുകൂലമായിട്ട് ആ വിധി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ഓക്കെ സപ്പോസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന സ്ഥിതിക്ക് ബഡ്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് വീണ്ടും പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടേ? ഈ ക്ലെയിം പെറ്റീഷൻ ഫില്ല് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ടാവും, കാരണം EDയുടെ റിപ്പോർട്ടിലും അതുപോലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഒന്നും ഇത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പത്രത്തിലൊന്നും കാര്യമായിട്ട് അത്ര പരസ്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, കോടതിയിൽ കേസ് നടക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ വിധി വരുന്നതിന് മുമ്പ്, കാരണം ഇപ്പോൾ ചാർജ് ഫ്രെയിം ചെയ്തേക്കും, അത് കോടതി അത് ഫ്രെയിം ചെയ്ത ചാർജ് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്നും തരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൊടുക്കേണ്ടി വരില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കണേ, അപ്പോൾ ഞങ്ങളിപ്പം ഇത് തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്, നിങ്ങളിത് എവിടെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അവർക്ക് കൃത്യമായിട്ട് മറുപടിയൊന്നുമില്ല. അവർ പറയുന്ന മുകളിൽ നിന്ന് ഒരു കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളത് താഴത്തേക്ക് കൊടുക്കുന്നു, അത് ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് ഓൾറെഡി നമ്മൾ അന്ന് 2021 ഡിസംബർ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ 2025 ഈ ഒക്ടോബറിലെല്ലാം ഈ ബഡ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ നിമിഷം വരെ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ ഡെപ്പോസിറ്റേഴ്സ്, അവർ ഡെപ്പോസിറ്റേഴ്സ് എന്നൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഡെപ്പോസിറ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ എഫ്ഐആറുകളല്ലാതെ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ടോട്ടൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടോ എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ സെഷൻസ് കോർട്ടിൽ ചോദിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ ഇതിനു മുമ്പ് കേസുകളൊക്കെ വന്നപ്പോഴെല്ലാം ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് ഷാ വക്കീൽ ചോദിച്ചിട്ടുണ്ട്, രാജീവൻ വക്കീൽ ചോദിച്ചിട്ടുണ്ട്, വാസവൻ വക്കീൽ ചോദിച്ചിട്ടുണ്ട്, ശ്രീകുമാർ സാറ് ചോദിച്ചിട്ടുണ്ട്, മനോജ് സാറെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ 1-2 വർഷമായിട്ടും ഈ എഫ്ഐആറുകളുടെ ഡീറ്റെയിൽസ് അല്ലാതെ ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എന്നൊരു സാധനം ഇവരുടെ കയ്യിലില്ല. ഇവർ പറയുമ്പോൾ ഉണ്ട് ഡെപ്പോസിറ്റേഴ്സിനെ വഞ്ചിച്ചു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇവർ ഈ പറയുന്ന സോ കോൾഡ് ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ഇല്ല. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു, മനോജ് സാർ ഒരു IA ഫയൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ എഫ്ഐആറിൽ ഓൾറെഡി ഉണ്ട്, നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ. നിങ്ങൾ ഈ സോ കോൾഡ് ഡെപ്പോസിറ്റേഴ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ, നിങ്ങൾ പറയുന്ന ഡെപ്പോസിറ്റർ എന്ന് പറയുന്ന
അതിൻ്റെ ലിസ്റ്റ് വേണം. അപ്പോൾ ഇവർ ചുമ്മാ ഒരു ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 10 ലക്ഷം പേരുണ്ട്, ഇതാണ് 10 ലക്ഷം പേരുടെ ഡേറ്റ എന്ന് പറഞ്ഞു. ഇവരുടെ ഓൾറെഡി ഡേറ്റയൊക്കെ ഉള്ള ഓൾറെഡി അത് കമ്പനി സീസ് ചെയ്താണല്ലോ. അപ്പോൾ ഈ ഡേറ്റ എല്ലാം കൂടെ വെച്ചിട്ട് ഇത് ഡെപ്പോസിറ്റ്, ഇതാണ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കുറച്ച് പേര് കോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഡെപ്പോസിറ്റ് ഞങ്ങൾ റെഡീം കൂപ്പണ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇവർ ചെകുത്താനും കടലിനും ഇടയ്ക്ക് ഒരു അവസ്ഥ ആയപ്പോൾ ആയിരിക്കാം ഈ ഒരു സംഭവം വന്നേക്കണം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഈ ക്ലെയിം പെറ്റീഷൻ ആൾക്കാർ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഡെപ്പോസിറ്റ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ തന്നെ സമ്മതിക്കുന്ന രീതിയിലായി അവർക്ക് അതിൻ്റെ രേഖകളെ അവരിത് ഗവൺമെൻറ് പ്ലീഡറിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് മനസ്സിലായ കാര്യം അതാണ്. അവർക്കിത് ഗവൺമെൻറ് പ്ലീഡറിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. അല്ലാതെ നിലവിൽ ഈ ക്ലെയിം പെറ്റീഷൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പൈസ ഇങ്ങ് കയ്യിലേക്ക് തരാനുള്ള പരിപാടിയൊന്നുമല്ല. ഇത് കോർട്ട് തന്നെ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മളൊരു കാര്യമോട് ചോദിച്ചു അവരോട്, അടുത്ത ഓഫീസിൽ പോയപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ഈ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഈ വിധി വരുള്ളൂ, 100% വിധി വരുള്ളൂ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കത് ഉറപ്പൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് ഫോൾട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് കമ്പനിയുടെ പേര് പോലും ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ലാസ്റ്റ് നവംബർ 2024 ഏത് കമ്പനിക്കെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്യണത്, ആ പെറ്റീഷനകത്ത് കമ്പനിയുടെ പേര് ചേർക്കുന്നത് 2024 നവംബറിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫോൾട്ടുകൾ വന്നേക്കണ ഇതിൽ നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചു, ഇപ്പോട്ടെ നമ്മൾ അവർക്ക് അനുകൂലമായിട്ട് തന്നെ അവിടെ സംസാരിക്കാം, നമ്മളവിടെ റിബലായിട്ട് പോകുന്നതല്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നില്ല, നിങ്ങൾ പോലും 100% നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കമ്പനി ജയിച്ചു, അവർ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ കേസ് കൊടുത്ത് നടത്തുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ കേസ് കൊടുത്ത് തന്നെ കാശ് വാങ്ങിച്ചോളാം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫോം മേടിക്കുന്ന ആൾക്കാരോ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളുടെ ആവശ്യമല്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടി ക്ലെയിം പെറ്റീഷനുകൾ വാങ്ങിക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് വരുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ ചോദിച്ച രീതിയിൽ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് അറിയാനും പാടില്ല, നമുക്കതിൻ്റെ ചോദ്യങ്ങളൊന്നും മുകളിൽ നിന്ന് വന്നിട്ടുമില്ല, മറുപടിയൊന്നും വന്നിട്ടില്ല, നമ്മളോട് പറഞ്ഞേക്കണേ ഇത് കൊടുക്കുക, ഫില്ല് ചെയ്യുക, കോമൻറ്റ് അതോറിറ്റി കൊടുക്കുക. കോമൻറ്റ് അതോറിറ്റി എന്ത് ചെയ്യും, അത് ഗവൺമെൻറ് പീരീഡിൻ്റെ കൊടുക്കും, ഗവൺമെൻറ് പീരീഡ് കോടതിയിൽ കൊണ്ട് വെക്കും, ഇത്രയും ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. അതല്ലാതെ ഇത് ഇനി വേറൊരു ചിന്ത ആൾക്കാർക്ക് വരുന്നത്, ഇതിപ്പോൾ ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ എല്ലാവരും ഔട്ടാവുമോ, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ജയിക്കുന്ന ഒരവസ്ഥ, ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ജയിക്കുന്ന ഒരു അവസ്ഥ വന്നെങ്കിൽ ഇനി ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ പറ്റാതെ, അന്ന് ക്ലെയിം പെറ്റീഷൻ ഇട്ടപ്പോൾ നിങ്ങളാരും ഫില്ല് ചെയ്തില്ലോ അതുകൊണ്ട് നിങ്ങളുടെ ക്ലെയിം ഒന്നും ഞാൻ അനുവദിക്കില്ല എന്നൊരു സ്റ്റാൻഡ് വരും. അങ്ങനെയൊന്നും പറ്റില്ല. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബഡ്സ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും ആ സമയത്തും ക്ലെയിം പെറ്റീഷനുകളും ക്ലെയിം ഫോമുകളും ഒക്കെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കണക്കെടുക്കേണ്ടിയും വരും, ആൾക്കാർ കൊടുക്കുന്ന ആൾക്കാരുടെ എല്ലാം അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയും വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യം. ഇതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഈ പെട്ടെന്ന് ക്ലെയിം പെറ്റീഷൻ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ എന്താണ്, ഇപ്പോൾ കമ്പനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം അങ്ങനെ ചെയ്തുകൊണ്ട് ഈ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇവിടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ, അതായത് സോ കോൾഡ് ഡെപ്പോസിറ്റേഴ്സ് അവരുടെ വാക്ക് പറയാൻ ഡെപ്പോസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലുണ്ടെന്ന് കാണിച്ചുകൊണ്ട് കേസിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമയത്ത് ഈ ക്ലെയിം ഫോമും കാര്യങ്ങളും ഒക്കെ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി 30,000 പേരുടെ വക്കാലത്തും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെയും, കാരണം ഇവിടെ അവർ 67 FIR ആണ് വെച്ചേക്കണം, പിന്നെ ഒരു ബാക്കി ഈ ഇടയ്ക്ക് വന്നേക്കണ FIRകളും. അപ്പോൾ അതൊക്കെ എത്ര വെച്ചാലും 30,000 വക്കാലത്തിന് മുമ്പിൽ അതൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് കൂട്ടി കാണിക്കാനായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഏതാണ്ട് ഒരു 8-10 മിനിറ്റോളമായി ഇപ്പോൾ ഓൾറെഡി സംസാരിച്ചിട്ട്. ഇതാണ് അതിൻ്റെ നമുക്ക് മനസ്സിലായ കാര്യം. അല്ലാതെ ഇപ്പോൾ അവർ ഞങ്ങളോട് പറയുകയാണ്, അജിത്തെ, റജു, നിങ്ങൾ ഈ ക്ലെയിം ഫോം ഇപ്പോൾ ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻഗണന കിട്ടും, നാളെ കാശ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കായിരിക്കും മുൻഗണന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പലിശയും കൂടെ കൂടുതൽ തരാം, അല്ലെങ്കിൽ കമ്പനിയെ ജയിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം, അതായത് നിങ്ങളുടെ പൈസ അവിടെ ഞങ്ങൾ ഇടപെട്ട് എടുപ്പിച്ചു. ഇതങ്ങനെ ഒരു സാധനമോ ഒരു ഉറപ്പോ ഒന്നും ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അവർക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചാൽ അവർ ഇത് പറയുന്നു, കുറേ പേര് അത് ഫില്ല് ചെയ്യുന്നു, അതെല്ലാം കൂടെ ഈ പറഞ്ഞ കോർട്ടിൽ കമ്പനിക്ക് എതിരായിട്ട് തന്നെ ഒരു ഡേറ്റ ആയിട്ട് അവിടെ വരും.